വെൽക്കം ടു LDC HU വേൾഡ്. PSC പരീക്ഷകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCRT ടെക്സ്റ്റ് ബുക്കിലാണ് പഠിച്ചു വരുന്നത്. ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടുള്ള 5 മുതൽ 9ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് വീഡിയോ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് നോട്ടുകളും അന്നത്തെ ചാപ്റ്ററിൻ്റെ പോളുകളും അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ചാപ്റ്റർ 1 ദ്രവഫലങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എന്തായാലും ഒരു മാർക്കെങ്കിലും ഇതിൽ നിന്ന് മസ്റ്റായിട്ടും ചോദിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ദ്രവഫലങ്ങൾ. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഒരു ബ്ലേഡ് ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണ്? അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള തത്വം എന്താണ്? എല്ലാ വസ്തുക്കളും ഇതുപോലെ ജലോപരിതലത്തിൽ പൊങ്ങി നിൽക്കാൻ സാധിക്കും എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാം. മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിനെ ജലത്തിനുള്ളിൽ ഉയർത്തുമ്പോൾ വായുവിൽ ഉയർത്തുന്നതിനേക്കാൾ ഭാരം കുറവായിരിക്കും. അതുപോലെ ഒരു ദ്രാവക അതിൽ വച്ചിരിക്കുന്ന വസ്തുവിൻ്റെ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ആ ബലമാണ് പ്ലവനക്ഷമ ബലം. ഒരു ദ്രാവകത്തിൽ വച്ചിരിക്കുന്ന വസ്തുവിൻ്റെ മുകളിലേക്ക് എപ്പോഴും ഒരു ബലം പ്രയോഗിക്കുക. അതിനെ നമ്മൾ പ്ലവനക്ഷമ ബലം എന്ന് പറയും. ദ്രാവകങ്ങൾ മാത്രമല്ല വാതകങ്ങളും ഈ ബലം പ്രയോഗിക്കുന്നുണ്ട്. വാതകങ്ങളെയും ദ്രാവകങ്ങളെയും നമ്മൾ പൊതുവെ ദ്രവങ്ങൾ എന്നാണ് പറയുന്നത്. ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നത് 2 ബലങ്ങളാണ്. വസ്തുവിന്മേൽ താഴേക്ക് അനുഭവപ്പെടുന്ന ഭാരം ഉണ്ടായിരിക്കും. അതുപോലെ വസ്തുവിന്മേൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവനക്ഷമ ബലവും. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിന് മുകളിലേക്കൊരു ബലവും പ്രയോഗിക്കുന്നുണ്ട്. ഈ ബലമാണ് പ്ലവനക്ഷമ ബലം. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിന് മുകളിലേക്കൊരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ഇതാണ് പ്ലവനക്ഷമ ബലം. അതുകൊണ്ടാണ് കപ്പലുകൾ കടലിലൊക്കെ പൊങ്ങിക്കിടക്കാനുള്ള പ്രധാന കാരണം. നിത്യജീവിതത്തിൽ ദ്രാവകത്തിലും വാതകങ്ങളിലും പ്ലവനക്ഷമ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളാണ്. ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ വായുവിൽ ഉയർന്നു പറക്കുന്നത് കാരണം പ്ലവനക്ഷമ ബലം അളക്കാം. ഏകദേശം ഒരേ വലിപ്പമുള്ള ഒരു കല്ല് ലോഹ കഷ്ണങ്ങൾ എടുക്കുക. ഒരു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് ഇവയുടെ ഓരോന്നിൻ്റെയും വായുവിലുള്ള ഭാരം നമുക്ക് അളക്കാനായിട്ട് പറ്റും. ഒരു വസ്തു ദ്രവത്തിലിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവനക്ഷമ ബലം കണക്കാക്കാനായിട്ട് വസ്തുവിന് ആ ദ്രവത്തിലുണ്ടായ ഭാരക്കുറവ് കണ്ടെത്തിയാൽ മതിയാവും. ഇനി പ്ലവനക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നോക്കാം. ജലം, ഉപ്പുവെള്ളം, മണ്ണെണ്ണ എന്നിവ 3 ബീക്കറിലെടുത്തിട്ട് ഓരോ ദ്രാവകത്തിലും ഓരോന്നിലും കല്ലിൽ പ്രയോഗിക്കുന്ന പ്ലവനക്ഷമ ബലം കണ്ടെത്താനായിട്ടാണ്. ജലത്തിൻ്റെ സാന്ദ്രത 1000 kg/m3 ആണ്. മണ്ണെണ്ണയുടേത് 810 kg/m3. ഉപ്പുവെള്ളത്തിൻ്റെത് 1025 kg/m3 ആണ്. ഏകദേശമാണ്. 3 ദ്രാവകങ്ങളുടെയും സാന്ദ്രതയിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ സാന്ദ്രത ഉള്ളത് ഉപ്പുവെള്ളത്തിലാണ്. അതുകൊണ്ട് തന്നെ കല്ലിന് പ്ലവനക്ഷമ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക ഉപ്പുവെള്ളത്തിലാണ്. ഏറ്റവും കുറവ് അനുഭവപ്പെടുക മണ്ണെണ്ണയിലാണ്. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവനക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ദ്രാവകത്തിൻ്റെ സാന്ദ്രത എന്നുള്ളത് കൊണ്ട് തന്നെ സാന്ദ്രത ഏറ്റവും കൂടിയതിലായിരിക്കും വസ്തുക്കൾ പൊങ്ങിക്കിടക്കുക ഉള്ള സാധ്യത കൂടുതൽ. ഉപ്പ് ജലത്തിലായിരിക്കും അതിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതലെങ്കിൽ ഉപ്പ് ജലത്തിലായിരിക്കും വസ്തുക്കൾ കൂടുതലായിട്ട് പൊങ്ങിക്കിടക്കാനായിട്ടുള്ള സാധ്യത. കടലിൽ നിന്ന് ശുദ്ധജല തടാകത്തിലേക്ക് പ്രവേശിക്കുന്ന കപ്പൽ ജലത്തിൽ കൂടുതൽ ഉയരുമോ താഴുമോ? കടലിൽ നിന്ന് ശുദ്ധജലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കപ്പൽ എന്ത് ചെയ്യാനാണ്? താഴാനാണ് ചാൻസ്. കാരണം കടലിൽ എന്താണ് ഉപ്പിൻ്റെ അംശം ഉണ്ടാവും. നമുക്കറിയാം കടലിൽ സാന്ദ്രത കൂടുതലായത് കൊണ്ടിട്ട് പൊങ്ങിക്കിടക്കാനുള്ള. ശുദ്ധജലത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സാന്ദ്രത കുറയുകയാണ് ചെയ്യുന്നത്. ദ്രാവക സാന്ദ്രതയ്ക്കനുസരിച്ച് പ്ലവനക്ഷമ ബലം എന്ത് ചെയ്യും? വ്യത്യാസപ്പെടും. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവനക്ഷമ ബലം വസ്തുവിൻ്റെ വ്യാപ്തത്തെയും ആശ്രയിച്ചിരിക്കും. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവനക്ഷമ ബലം വസ്തുവിൻ്റെ വ്യാപ്തത്തെയും ആശ്രയിച്ചിരിക്കും. അത് ഒരു ദ്രവത്തിലിരിക്കുമ്പോൾ അത് ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും പ്ലവനക്ഷമ ബലവും തമ്മിൽ ബന്ധമുണ്ട്. ദ്രാവകം ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന പ്ലവനക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇത് ആദ്യമായി മനസ്സിലാക്കിയത് ആർക്കിമിഡീസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ആർക്കിമിഡീസ് തത്വം: ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവനക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും.
നമ്മൾ പറഞ്ഞു വസ്തുവിലേക്ക് പ്രയോഗിക്കുന്ന ഒരു ബലമാണ് പ്ലമക്ഷമ ബലം അല്ലേ. അങ്ങനെയുള്ള പ്ലമക്ഷമ ബലം എന്ന് പറയുന്നത് വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഈ ആർക്കിമിഡീസ് തത്വം കണ്ടുപിടിച്ചത് ആർക്കിമിഡീസ് ആണ്. നോക്കാം. തെക്കൻ ഇറ്റലിയിലെ തുറമുഖ നഗര സിറാക്കിസിൽ 257 BC-യിലാണ് ആർക്കിമിഡീസ് ജനിച്ചത്. ഹേറോ രണ്ടാമൻ എന്ന രാജാവിൻ്റെ കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഹേറോ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം സ്വർണ്ണപ്പണിക്കാരൻ ഒരു കിരീടം നിർമ്മിച്ചു നൽകി. ആ സ്വർണ്ണ കിരീടത്തിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ രാജാവ് ആർക്കിമിഡീസിനോട് കൽപ്പിച്ചു. ഈ പ്രശ്നം ആർക്കിമിഡീസിനെ വല്ലാതെ കുഴക്കി. ശുദ്ധമായ സ്വർണത്തിൻ്റെ സാന്ദ്രത കണ്ടെത്താൻ സ്വർണ്ണക്കട്ടിയുടെ മാസിനെ അതിൻ്റെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ മതിയെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ കിരീടത്തിൽ യാതൊരു കുഴപ്പവും പറ്റാതെ അതിൻ്റെ വ്യാപ്തം എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തെ കുഴക്കിയ പ്രശ്നം. ഒരു ദിവസം കുളിക്കാനായി നിറയെ ജലം നിറച്ച കുളിത്തൊട്ടിയിൽ കയറിക്കിടന്നപ്പോൾ ജലം കവിഞ്ഞൊഴുകുന്നതായും അദ്ദേഹം മനസ്സിലാക്കി. ഇതിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ വ്യാപ്തം കണക്കാക്കാൻ ആ വസ്തു ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ വ്യാപ്തം കണ്ടാൽ മതിയെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ കിരീടത്തിൻ്റെ വ്യാപ്തവും സാന്ദ്രതയും കണ്ടെത്താൻ കിരീടത്തിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് ആർക്കിമിഡീസ് ഉറപ്പിച്ചു. 212 BC-യിൽ രണ്ടാം പ്യൂണിക് യുദ്ധത്തിൽ ഒരു റോമൻ പട്ടാളക്കാരൻ്റെ വാളാൽ അദ്ദേഹം വധിക്കപ്പെട്ടു. 212 BC-യിൽ രണ്ടാം പ്യൂണിക് യുദ്ധത്തിലാണ് ഒരു റോമൻ പട്ടാളക്കാരൻ്റെ വാളാലാണ് അദ്ദേഹം വധിക്കപ്പെടുന്നത്. വൃത്തങ്ങളെക്കുറിച്ചുള്ള സങ്കീർണമായ ഗണിതക്രിയകൾ ഏർപ്പെട്ടിരിക്കുന്ന സമയത്തായിരുന്നു അത് സംഭവിച്ചത്. അടുത്തതാണ് പ്ലവനം, ഫ്ലോട്ടേഷൻ. 2 ഒരേ വലിപ്പമുള്ള അലൂമിനിയം ഫോയിലുകൾ എടുത്തിട്ട് ഒന്നിൽ അലൂമിനിയം ഫോയിൽ പാത്രം ഉണ്ടാക്കുക, മറ്റേത് ചുരുട്ടിയിട്ട് വെക്കുക. എന്നിട്ട് അത് ഓരോന്ന് ജലത്തിലിട്ടിട്ട് എന്നാൽ വ്യത്യാസം നോക്കാനാണ്. അലൂമിനിയം ഫോയിൽ പാത്രം ജലത്തിൽ പൊങ്ങി നിൽക്കും, എന്നാൽ ചുരുട്ടിയ അലൂമിനിയം ഫോയിൽ താഴ്ന്നും പോകും. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പ്ലംക്ഷമ ബലം വസ്തുക്കളുടെ വ്യാപ്തത്തെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. പ്ലവന തത്വം, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരം ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അതുപോലെ ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. ഇനി നമ്മൾ ഇത്രയും നേരം പഠിച്ച ആശയങ്ങളിൽ നിന്ന് താഴെ പറയുന്നതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താനാണ്. കല്ലിന് ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടുന്നത്. മുട്ട ശുദ്ധജലത്തിൽ താഴ്ന്നു പോകുമെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും. അതുപോലെ കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കും. ഇതിനൊക്കെ കാരണം എന്താണ്? പ്ലമക്ഷമ ബലമാണ്. അടുത്തതാണ് ആപേക്ഷിക സാന്ദ്രത, റിലേറ്റീവ് ഡെൻസിറ്റി. മണ്ണെണ്ണയും ജലവും ഒരേ പാത്രത്തിലെടുത്താൽ മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും. മണ്ണെണ്ണയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ് ഇങ്ങനെ. ജലത്തേക്കാൾ സാന്ദ്രത കൂടിയതാണ് തേന്. ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞതാണ് മണ്ണെണ്ണ. ജലത്തിൻ്റെ സാന്ദ്രത 1000 kg/m³ ആണ്. പദാർത്ഥങ്ങളുടെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയുമായി താരതമ്യം ചെയ്ത് പറയാറുണ്ട്. ഇപ്രകാരം ജലത്തിൻ്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ് ഒരു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നതാണ് ആ പദാർത്ഥത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത. ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ദ്രാവകമാണ് മണ്ണെണ്ണ. ജലത്തിൻ്റെ സാന്ദ്രത 1000 kg/m³ഉം മണ്ണെണ്ണയുടേത് 810 kg/m³ ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത കാണാനാണ് മണ്ണെണ്ണയുടെ സാന്ദ്രതയെ ജലത്തിൻ്റെ സാന്ദ്രത കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത കിട്ടും. നമ്മൾ പറഞ്ഞു ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് ജലത്തിൻ്റെ സാന്ദ്രതയെ മറ്റ് പദാർത്ഥത്തിൻ്റെ സാന്ദ്രതയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. വസ്തുവിൻ്റെ സാന്ദ്രതയും ജലത്തിൻ്റെ സാന്ദ്രതയും ബന്ധിപ്പിക്കുന്ന ആനുപാതിക സംഖ്യയാണ് ആപേക്ഷിക സാന്ദ്രത. ആപേക്ഷിക സാന്ദ്രത കാണാനായിട്ട് വസ്തുവിൻ്റെ സാന്ദ്രതയെ ജലത്തിൻ്റെ സാന്ദ്രത കൊണ്ട് ഹരിച്ചാൽ മതി. ഒരു ആനുപാത സംഖ്യ ആയതിനാൽ തന്നെ ഇതിന് യൂണിറ്റ് ഇല്ല. ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല. ഒരു ദ്രവത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ.
ജലത്തിൻ്റെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ലാക്ടോമീറ്റർ. ഇത് അടിസ്ഥാനമായിട്ടൊരു ഹൈഡ്രോമീറ്റർ തന്നെയാണ്. പാലിൽ ജലത്തിൻ്റെ അംശം കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ലാക്ടോമീറ്റർ. ഇത് അടിസ്ഥാനപരമായിട്ടൊരു ഹൈഡ്രോമീറ്റർ തന്നെയാണ്. പാസ്കൽസ് ലോ. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുന്നിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ജൈവ വൈവിധ്യത്തെ നശിപ്പിക്കുന്നതും പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്നതുമായ ഇത്തരം പ്രവർത്തനങ്ങൾ പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇവ നിയന്ത്രിക്കേണ്ടതുണ്ട്. മണ്ണ് നീക്കുക എന്നത് പണ്ട് ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. എന്നാൽ മണ്ണുമാന്തി യന്ത്രം വന്നതോടെ അത് വളരെ എളുപ്പമായി ചെയ്യാവുന്ന ജോലിയായി മാറി. മണ്ണുമാന്തി യന്ത്രത്തിന് ഒരു ചെറിയ ലിവർ പ്രവർത്തിക്കുന്നതോടെ ഭാരമുള്ള യന്ത്രക്കൈകൾ ചലിക്കുകയായി. ഒഴിഞ്ഞ ഒരു പ്ലാസ്റ്റിക് ടൂത്ത്പേസ്റ്റ് ട്യൂബിൽ നിറയെ ജലമെടുത്തിട്ട് ഭദ്രമായിട്ട് അടക്കുക. ട്യൂബിൽ അവിടെ എവിടെയായി മുട്ടുസൂചികൾ കൊണ്ട് 2-3 ദ്വാരമിടുക. ട്യൂബിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വിരൽ കൊണ്ട് അമർത്തി നോക്കുക. എല്ലാ ദ്വാരത്തിലൂടെയും ജലം പുറത്തേക്ക് വരും. അതുപോലെ പല്ല് തേക്കാൻ എടുക്കുന്ന ടൂത്ത്പേസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ട്യൂബിന് പുറത്തൂടെ പേസ്റ്റ് വരുന്നതും അങ്ങനെയാണ്. സുഷിരങ്ങളില്ലാത്തൊരു പ്ലാസ്റ്റിക് സഞ്ചി എടുത്തിട്ട് അതിൽ നിറയെ വായു ഇല്ലാത്ത വിധത്തിൽ കെട്ടി ഭദ്രമാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, മുട്ടുസൂചി ഉപയോഗിച്ചിട്ട് ദ്വാരങ്ങളിടുക. എന്താ സംഭവിക്കുക? സഞ്ചിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ഭാഗങ്ങളിലും തുല്യമായി വ്യാപിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട നിയമം ആദ്യമായി ആവിഷ്കരിച്ചത് ബ്ലേസ് പാസ്കലാണ്. ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെയാണ് അനുഭവപ്പെടുക. ഇതാണ് പാസ്കൽ നിയമം. ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രവത്തിൻ്റെ എല്ലാ ഭാഗത്തും എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും. സിറിഞ്ചിൽ ജലം നിറച്ച് അഗ്രഭാഗത്ത് അടച്ചു പിടിച്ച് പിസ്റ്റൺ അമർത്തിയാൽ എന്തായിരിക്കും? അത് എല്ലാ ഭാഗത്തും ഒരുപോലെ പ്രയോഗിക്കില്ല. അതൊരു പാസ്കൽ നിയമത്തിന് എക്സാമ്പിളാണ്. അതുപോലെ മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം. മർദ്ദം പ്രയോഗിച്ചിട്ട് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം. നിത്യജീവിതത്തിൽ പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അനേക ഉപകരണങ്ങളുണ്ട്. വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്. വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്സിലൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്? നിയമം എന്ന തത്വമാണ് ഉപയോഗിക്കുന്നത്. ബ്ലേസ് പാസ്കൽ 1623 ജൂൺ 19 ഫ്രാൻസിൽ ജനിച്ചു. ഗണിതം, ഭൗതികശാസ്ത്രം, തത്വചിന്ത, വൈദ്യശാസ്ത്രം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ചു. 16-ാമത്തെ വയസ്സിൽ ഗണിതശാസ്ത്രത്തിലെ 2 ഗവേഷണങ്ങളായ പ്രൊജക്റ്റ് ജിയോമെട്രി, പ്രോബബിലിറ്റി തിയറി എന്നിവയുടെ തുടക്കം കുറിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. 1642 19-ാമത്തെ വയസ്സിൽ കണക്ക് കൂട്ടൽ യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യാനോ നിർമ്മിക്കാനോ തുടങ്ങി. ഏകദേശം 50 മാതൃകകളും 20 യന്ത്രങ്ങളും ഉണ്ടാക്കി. അദ്ദേഹം നിർമ്മിച്ച ഒരു കണക്ക് കൂട്ടൽ യന്ത്രമാണ് പാസ്കൽസ് കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്നത്. ദ്രാവകങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളായ ഹൈഡ്രോഡൈനാമിക്സ്, ഹൈഡ്രോസ്റ്റാറ്റിക്സ് എന്നിവയിൽ അദ്ദേഹം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹൈഡ്രോളിക് ജാക്കിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രോളിക് ജാക്കും ഹൈഡ്രോളിക് ബ്രേക്കും ഒക്കെ പാസ്കൽസ് ലോ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണങ്ങളാണ്. ഹൈഡ്രോളിക് ജാക്ക്. കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാർ ഉയർത്തുന്ന സംവിധാനം കണ്ടിട്ടില്ലേ? ഇതാണ് ഹൈഡ്രോളിക് ജാക്ക്. ഈ ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പാസ്കൽസ് ലോ ആണ്. ലിവർ താഴ്ത്തുമ്പോൾ അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പമ്പ് താഴുകയും ദ്രാവകം അമർത്തപ്പെടുകയും വാൽവ് 1 വഴി ടാങ്ക് ബിയിലെത്തുകയും തൽഫലമായിട്ട് ജാക്ക് ഉയരുകയും ചെയ്യുന്നു. ലിവർ ഉയർത്തുമ്പോൾ റിസർവോയറിൽ നിന്നും ദ്രാവകം വാൽവ് 2 വഴി എയിലെ ടാങ്കിലെത്തുന്നു. തുടർച്ചയായി ലിവർ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ജാക്ക് കൂടുതലായിട്ട് ഉയരുന്നത്. കണക്കൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല പാസ്കൽ നിയമത്തിൽ നിന്ന്. നിത്യജീവിതത്തിലെ ചില സന്ദർഭങ്ങൾ നോക്കാം. ചോക്ക് ഉപയോഗിച്ച് മഷി ഒപ്പിയെടുക്കാൻ സാധിക്കും. മണ്ണെണ്ണ വിളക്കിൽ തിരിയിൽ നിന്ന് മണ്ണെണ്ണ ഉയരുന്നു. പൂമരകളിൽ മഴക്കാലത്ത് നനവ് പടരുന്നത്. കോട്ടൺ തുണികളിൽ നിന്ന് വിയർപ്പ് ഒപ്പിയെടുക്കാൻ സാധിക്കുന്നു. ഈ സന്ദർഭങ്ങളിലെല്ലാം ദ്രാവകങ്ങൾ അവയുടെ ഭാരത്തെ അവഗണിച്ചുകൊണ്ട് ഉയരുകയും മറ്റു ഭാഗങ്ങളിലേക്ക് പടരുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. കേശികത്വം അഥവാ കാപ്പിലാരിറ്റി. 2 ബോയിലിംഗ് ട്യൂബുകളിലായി എടുത്ത ജലത്തിലേക്ക് മെർക്കുറിയിലേക്ക് ഓരോ കേശിക കുഴൽ താഴ്ത്തി വെച്ചിട്ടുണ്ട്. ജലം മുകളിലേക്ക് കേശിക കുഴലിലൂടെ ഉയരുകയും മെർക്കുറി കേശിക കുഴലിൽ നിന്ന് താഴുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് നോക്കാം.
ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനെതിരെ അഥവാ ജലത്തിൻ്റെ ഭാരത്തിനെതിരായിട്ട് ജലം ട്യൂബിന് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നതാണ് കേശിക ഉയർച്ച, കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനെതിരെ അഥവാ ജലത്തിൻ്റെ ഭാരത്തിനെതിരായിട്ട് ജലം ട്യൂബിലൂടെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നതാണ് കേശിക ഉയർച്ച എന്ന് പറയുന്നത്. അതുപോലെ ഇപ്രകാരം ഒരു കുഴലിൽ നിന്ന് ദ്രാവകം താഴുന്നതാണെങ്കിൽ അതിനെ കേശിക താഴ്ച, കാപ്പിലറി ഡിപ്രഷൻ എന്ന് പറയും. ഒരു നേരിയ കുഴലിലൂടെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായിട്ട് ഉയരുകയോ താഴുകയോ ചെയ്യുന്നതിനാണ് കേശികത്വം എന്ന് പറയുന്നത്. ഉയരുകയാണെങ്കിൽ കേശിക ഉയർച്ച എന്നും താഴുകയാണെങ്കിൽ കേശിക താഴ്ച എന്നുമാണ് പറയുന്നത്. കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയും. ദ്രാവക ഉപരിതലത്തിൽ പേപ്പർ ക്ലിപ്പ് പൊങ്ങി നിൽക്കുന്നു. അതുപോലെ ദ്രാവക പ്രതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു. ഇതിനൊക്കെ കാരണം എന്താണെന്ന് നോക്കാം. ജലോപരിതലത്തിലെ കണികൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വിരിഞ്ഞു നിൽക്കുന്നു. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് കാരണമായ ബലമാണ് പ്രതലബലം. പ്രതലബലം ഉള്ളത് കൊണ്ടാണ് വെള്ളത്തിലൂടെ പ്രാണികൾ സഞ്ചരിക്കുന്നതും പേപ്പർ ക്ലിപ്പ് ജലത്തിൽ പൊങ്ങി നിൽക്കുന്നതൊക്കെ. ഒരു ഗ്ലാസ്സിലെ ജലോപരിതലത്തിൽ ബ്ലേഡ് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വയ്ക്കുക. ഒരു സോപ്പ് കണങ്ങളെടുത്തിട്ട് ജലോപരിതലത്തിൽ സ്പർശിച്ചാൽ അവിടെ പ്രതലബലം കുറയുകയും പ്രതലത്തിൽ പൊങ്ങി നിന്ന് ബ്ലേഡ് ഒരു വശത്തേക്ക് ചലിക്കുകയും ചെയ്യും. സോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രതലബലം കുറയ്ക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഡ്രസ്സുകൾ വാഷ് ചെയ്യാനായിട്ട് സോപ്പ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രതലബലം കുറയ്ക്കാനായിട്ട് സോപ്പിന് കഴിയും. അതുകൊണ്ട് പെട്ടെന്ന് അഴുക്കുകൾ പോകാനായിട്ട് സാധിക്കും. ഒരു ഗ്ലാസ് പേപ്പറിന് മുകളിൽ അടുത്തടുത്തായിട്ട് 2 മെർക്കുറി തുള്ളികൾ വീഴ്ത്തുക. അവ തമ്മിൽ സ്പർശിക്കാത്ത വിധത്തിൽ ഒരു പെൻസിൽ ഉപയോഗിച്ച് അടുപ്പിക്കുക. 2 തുള്ളികളിലെയും തന്മാത്രകൾ ഒരേ പദാർത്ഥമാണ്. ആ തന്മാത്രകൾ എന്ത് ചെയ്യും? ആകർഷിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം എന്ന് പറയുന്നത്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. ഇനി വേറെ ചില സന്ദർഭങ്ങൾ നോക്കാം. ഈർക്കിൽ, പെൻസിൽ എന്നിവ ജലത്തിൽ മുക്കി ഉയർത്തിയാൽ ജലം അവയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിച്ചിരിക്കും. കറൻസി നോട്ടുകൾ എണ്ണുമ്പോൾ കൈവിരലുകൾ ഇടയ്ക്കിടയ്ക്ക് നനക്കാറുണ്ട്. ഇത് എന്താണ്? എല്ലാം വ്യത്യസ്തമാണ്. കറൻസി നോട്ടായാലും ജലമായാലും വ്യത്യസ്ത തന്മാത്രകളാണ്. ഇങ്ങനെ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡിഷൻ ബലം. അഡിഷൻ ബലം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. ഈർക്കിലും പെൻസിലൊക്കെ ജലത്തിൽ മുക്കിക്കഴിഞ്ഞാൽ ജലം അവയിൽ പറ്റിപ്പിടിക്കുന്നതൊക്കെ കാരണം എന്താണ്? അഡിഷൻ ബലമാണ്. അഡിഷൻ കൊഹിഷൻ ബലങ്ങൾ എങ്ങനെയുള്ളതെന്നുള്ളത് കാണിക്കുന്ന ഒരു ചിത്രീകരണമാണ്. ഒരു ബീക്കറിൽ കുറച്ച് ജലം എടുത്തിട്ട് അതിനെ വലുതാക്കി കാണിച്ചതാണ്. പാത്രത്തിലെ അരികിൽ സ്പർശിച്ചിരിക്കുന്ന ജലതന്മാത്രകളിൽ ഏതെല്ലാം ബലങ്ങളാണ് അനുഭവപ്പെടുന്നത്? അതിൻ്റെ പാത്രത്തിൻ്റെ അരികിൽ സ്പർശിച്ചിരിക്കുന്നതിൽ അവിടെ എന്താണ് ഉണ്ടാവുക? അഡിഷൻ ബലമാണ്. ദ്രാവക പ്രതലവും ജലവും തമ്മിലൊരു അഡിഷൻ ബലം ഉണ്ടാവും. എന്നാൽ ജലതന്മാത്രകൾ തമ്മിൽ എന്തുണ്ടാവും? കൊഹിഷൻ ബലമാണ് ഉണ്ടാവുക. എന്താണ്? ഒരേ പദാർത്ഥമായതുകൊണ്ട് അവിടെ ഒരു കൊഹിഷൻ ബലം ഉണ്ടാവും. പ്രതലബലത്തിന് കാരണം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ കൊഹിഷൻ ബലമാണ്. അഡിഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലാണെങ്കിൽ കേശിക ഉയർച്ച ഉണ്ടാകും. നമുക്കറിയാം, ദ്രാവകം കുറച്ച് പൊങ്ങി നിൽക്കാൻ കാരണം കേശിക ഉയർച്ച ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അഡിഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലാണെങ്കിൽ കേശിക ഉയർച്ച ഉണ്ടാവും. ഇനി കൊഹിഷൻ ബലമാണ് അഡിഷൻ ബലത്തേക്കാൾ കൂടുതലെങ്കിൽ അവിടെ കേശിക താഴ്ചയുണ്ടാവും. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, മാറിപ്പോണ്ട. അഡിഷൻ ബലമാണ് കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലെങ്കിൽ അവിടെ കേശിക ഉയർച്ച, നേരെ മറിച്ചാണെങ്കിൽ അവിടെ കേശിക താഴ്ചയാണ് ഉണ്ടാവുക. വ്യത്യസ്ത വ്യാസമുള്ള കേശിക കുഴലുകളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നോക്കാം. കുഴലിൻ്റെ വ്യാസം കുറയും തോറും കേശിക ഉയർച്ച കൂടും. കുഴലിൽ വ്യാസം കുറയുമ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഭാരം കുറയും. കുഴലിനകത്തെ ദ്രാവകത്തിൻ്റെ ഭാരത്തെ താങ്ങി നിർത്തുന്നത് അഡിഷൻ ബലമാണ്. അഡിഷൻ ബലം ദ്രാവകത്തിൻ്റെയോ അതുമായി സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും. ട്യൂബുമായുള്ള അഡിഷൻ ബലം ദ്രാവകത്തിൻ്റെ കൊഹിഷൻ ബലത്തേക്കാൾ കൂടുമ്പോൾ ദ്രാവകം കൂടുതൽ ഉയരാനായിട്ട് സാധിക്കുന്നു. അതിനാൽ വ്യാസം കുറയും തോറും കേശിക ഉയർച്ച കൂടി വരും. നിങ്ങൾ ഇത്രമാത്രം പഠിച്ചാൽ മതി. വ്യാസം കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും? കേശിക ഉയർച്ച കൂടുക. അന്നേരം എന്ത് ചെയ്യും? ജലം പെട്ടെന്ന് മുകളിലേക്ക് ഉയരും. ജലം പോലുള്ള ദ്രാവകങ്ങളിൽ കേശിക ഉയർച്ചയ്ക്കുള്ള കാരണമാണിത്. എന്നാൽ കുഴലിനകത്തെ ദ്രാവകത്തിൻ്റെ ഭാരം ഇതിനെ എതിർക്കുന്നുണ്ട്.
വലിയ കുഴലിൽ ദ്രാവക നിരപ്പ് കൂടുതൽ ഉയരുന്നതിനനുസരിച്ച് ദ്രാവകത്തിൻ്റെ വ്യാപ്തവും തന്മൂലം ഭാരവും കൂടും. എങ്കിൽ വ്യാസം കൂടുമ്പോൾ കേശിക ഉയർച്ച കുറയുക ചെയ്യാം. ഇനി വിസ്കസ് ബലം. ജലം ഒഴുകുന്ന വേഗത്തിൽ തേനിന് ഒഴുകാൻ കഴിയില്ല. ഇവിടെ ഒരു പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ഒരറ്റത്ത് മണ്ണെണ്ണ, ജലം, ഗ്ലിസറിൻ, തേൻ എന്നിവ ഓരോ തുള്ളി ഓരോ വരിയിൽ വ്യത്യസ്ത സ്ഥാനങ്ങളിലായിട്ട് വീഴ്ത്തുക. ഗ്ലാസ് പ്ലേറ്റ് അല്പം ചരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ദ്രാവകത്തിൻ്റെ ഒഴുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ജലമൊക്കെ പെട്ടെന്ന് ഒഴുകി വരും. എന്നാൽ തേനൊന്നും എത്ര വേഗത്തിൽ ഒഴുകൂല. ഓരോ ദ്രാവകത്തിൻ്റെ അടുക്കൾ തമ്മിലും ഒരു ഘർഷണ ബലമുണ്ട്. ഈ ഘർഷണ ബലമാണ് ദ്രാവകത്തിൻ്റെ ഒഴുക്കിനെ തടയാനായിട്ടുള്ള പ്രധാന കാരണം. ഓരോ ദ്രാവക പടലവും അതിനോട് ചേർന്നിരിക്കുന്ന ദ്രാവക പടലത്തിൻ്റെ ഒഴുക്കിനെ തടയുന്നത് കൊണ്ടാണ് ഈ വേഗവ്യത്യാസം ഉണ്ടാകുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. അതുകൊണ്ടാണ് തേനൊന്നും പെട്ടെന്ന് ഒഴുകി വരാത്തതിന് കാരണം. അതിനിടയിൽ എന്താണ്? ഒരു ഘർഷണ ബലം പ്രയോഗിക്കപ്പെടുന്നുണ്ട്. അതാണ് വിസ്കസ് ബലം. ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷതയാണ് അതിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കുന്ന വിധത്തിൽ അവയ്ക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷത വിസ്കോസിറ്റി എന്ന് പറയും. വിസ്കോസിറ്റി കൂടിയ ദ്രാവകമാണ് തേന്, ഗ്ലിസറിൻ പോലുള്ളവ. വിസ്കോസിറ്റി കുറഞ്ഞതാണ് മണ്ണെണ്ണ, ജലമൊക്കെ. വിസ്കോസിറ്റി കൂടിയവയെ നമ്മൾ വിസ്കസ് ദ്രാവകങ്ങളെന്നും വിസ്കോസിറ്റി വളരെ കുറഞ്ഞവയെ മൊബൈൽ ദ്രാവകങ്ങളെന്നുമാണ് വിളിക്കുന്നത്. വൈദ്യുതാഘാതമേറ്റ ആളുടെ ശരീരം അമർത്തി തടവുകയും തിരുമുകയും ചെയ്യുമെന്ന് പറയാറുണ്ട്. 2 ടെസ്റ്റ് ട്യൂബുകളിൽ അല്പം തേൻ എടുക്കുക. ഒരു ടെസ്റ്റ് ട്യൂബിനുള്ളിൽ തേൻ ചൂടാക്കി മറ്റേത് ചൂടാക്കിയതും വെക്കുക. ഒരു ഗ്ലാസ് പ്ലേറ്റിൽ 2 സ്ഥാനത്ത് ഒഴിച്ച ശേഷം ഗ്ലാസ് പ്ലേറ്റ് ചരിച്ച് അവയുടെ ഒഴുക്ക് നിരീക്ഷിക്കണം. ചൂടാക്കിയ തേൻ വേഗത്തിൽ ഒഴുകുന്നുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താപനില വർദ്ധിക്കുന്ന സമയത്ത് ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയും. തേന് പെട്ടെന്ന് ഒഴുകുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ തേന് ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ താപനില വർദ്ധിക്കുന്ന സമയത്ത് തേനിൻ്റെ വിസ്കോസിറ്റി കുറയും. ചൂടാക്കിയ തേൻ എളുപ്പത്തിൽ ഒഴുകി വരും. അതുതന്നെയാണ് ഇവിടുത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. വൈദ്യുതാഘാതം ഏൽക്കുന്ന ഒരാളുടെ ശരീര താപനില പെട്ടെന്ന് കുറയും. അപ്പോൾ രക്തത്തിലെ വിസ്കോസിറ്റി കൂടുതലാൽ രക്തക്കുഴലുകളിൽ രക്തത്തിന് എളുപ്പത്തിൽ ഒഴുകാനായിട്ട് സാധിക്കാതെ വരും. അപ്പോൾ എന്ത് ചെയ്യും? ഹൃദയാഘാതം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ശരീരത്തെ തിരുമ്മി ചൂടാകുന്ന സമയത്ത് രക്തത്തിൻ്റെ വിസ്കോസിറ്റി സാധാരണ നിലയിലായിട്ട് അയാൾ അപകടനില തരണം ചെയ്യാനായിട്ട് സാധിക്കും. ചൂടാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി കുറയുന്നുണ്ട്.